പാർട്ടി വെയറിനൊക്കെ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നതല്ലേ ഈ സൽവാസ് ഒക്കെ. അപ്പം ഇന്ന് കുറച്ച് അൺസ്റ്റിച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ള സൽവാസിൻ്റെ കളക്ഷൻസ് ആണ്. എല്ലാം നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് പാലറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല പ്രീമിയം ലുക്കിൽ നിൽക്കുന്ന സൽവാസും കൂടെയാണ്. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബർഗണ്ടി ഷെയ്ഡാണ് കേട്ടോ. ഓർഗൻസിൽ വന്നിട്ടുള്ളത്, ഓർഗൻസിലാണ് ദുപ്പട്ടയും ടോപ്പും വന്നിട്ടുള്ളത്. സെറ്റൂണിൽ വന്നിട്ടുള്ള ബോട്ടമാണ്. ആൻഡ് ഇതാണ് നമുക്ക് ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്. ഈ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ ഒരു യോക്ക് പോർഷൻ തന്നെയാണ്. യോക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു റൗണ്ട് നെക്ക് കൊടുത്തിട്ട് അതിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് സ്വീക്വൻസി വർക്കും കട്ട് ബീഡ്സിൻ്റെയും അതുപോലെ തന്നെ ബീഡ്സിൻ്റെയൊക്കെ ഒരു വർക്ക് പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബോഡി നോക്കുകയാണെങ്കിൽ സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു വർക്ക്, ഹാൻഡ് വർക്കാണ് ഫുള്ളി നമുക്ക് വന്നിട്ടുള്ളത്. ഒരു കോട്ടൺ ലൈനിങ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഏതൊരു ക്ലൈമറ്റിൽ നമുക്ക് ക്ലൈമറ്റ് ഫ്രണ്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൽവാസും കൂടിയാണ്. ആൻഡ് സെറ്റൂളിലാണ് നമുക്ക് ബോട്ടം വന്നിട്ടുള്ളത്. ബോട്ടം സോളിഡ് ആണ് കേട്ടോ. ഇതാണ് ബോട്ടത്തിൻ്റെ ലുക്ക് വന്നിട്ടുള്ളത്. ആൻഡ് ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ദുപ്പട്ടയിൽ നമുക്ക് 4 സൈഡിലും സ്കാലപ്പ് ഫിനിഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡി നോക്കുകയാണെങ്കിൽ ദുപ്പട്ടയുടെ സ്കാറ്റേർഡ് ആയിട്ട് നമുക്ക് സ്വീക്വൻസി സ്റ്റിക്കി വർക്കും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ലുക്ക് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂവിൻ്റെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാത്തിനും നമുക്ക് സെയിം വർക്ക് ഡീറ്റെയിലിംഗ് തന്നെ വരുന്നുണ്ട്. കളേഴ്സിന് മാത്രം, ഷെയ്ഡ്സ് മാത്രത്തിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമുക്ക് സ്ലീവ്സിൻ്റെ പോർഷനിൽ നമുക്ക് ഈ ഒരു കട്ട് ബീഡ്സ് അല്ല ബീഡ്സിൻ്റെയും അതുപോലെ തന്നെ കട്ട് ബീഡ്സിൻ്റെ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് കൂടെ സ്ലീവ്സ്, ഇപ്പോൾ എൽബോ വരെ സ്ലീവ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതാണ് നെക്സ്റ്റ് ലുക്ക്. കുറച്ചും കൂടെ ഫേസിനെ ഒന്ന് ബ്രൈറ്റൻ ആക്കുന്ന ഷെയ്ഡ്സും കൂടിയാണ് എല്ലാം. ഇതിൽ വന്നിട്ടുള്ള എല്ലാം ഒരു ഡാർക്ക് ഷാർട്ടിൽ വന്നിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ആൻഡ് ഇതാണ് സെക്കൻഡ് ലുക്ക്. നമുക്ക് പൊതുവെ ഓർഗൻസ സാരീസിലൊക്കെ കാണുന്ന, ഫാൻസി സാരീസിലൊക്കെ കാണുന്ന ആ ഒരു സിമിലർ വർക്ക് തന്നെയാണ് ഇതിലും പ്ലേസ് ചെയ്തിട്ടുള്ളത്. സെറ്റൂണിൽ വന്നിട്ടുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ട നമുക്ക് മൾട്ടി പർപ്പസിന് എന്തിനു വേണമെങ്കിലും നമുക്ക് ഈ വേറെ ഒരു ബ്ലാക്കിൻ്റെ കൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് വൈറ്റിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ഇടുവാണെങ്കിലും സൽവാസ് ഇപ്പോൾ പ്ലെയിൻ വൈറ്റ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ ദുപ്പട്ട ഈസി ആയിട്ട് വേറെ ചെയ്ത് പോകാൻ പറ്റുന്ന കളക്ഷനും കൂടെയാണ്. ഇതാണ് നമുക്ക് ദുപ്പട്ട വരുന്നത്. ആൻഡ് സ്വീക്വൻസി സ്റ്റിക്കി വർക്കാണ് നമുക്ക് ദുപ്പട്ടയിൽ ഫുള്ള് ഓവറോൾ വന്നിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ദുപ്പട്ട ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതും ആ ഒരു സ്വീക്വൻസി ആ ഒരു സ്റ്റിക്കി വർക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു പശയുടെ ഇതുകൊണ്ടാണ് നമുക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഇതാണ് സെക്കൻഡ് ലുക്ക്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. എപ്പോഴും ട്രെൻഡ് ഔട്ട് ആവാത്ത, അല്ലെങ്കിൽ എല്ലാവരുടെയും എപ്പോഴത്തെയും ഒരു ഫേവറേറ്റ് ഷെയ്ഡും കൂടെ അല്ലേ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ. ബ്ലാക്ക് ഒക്കെ നമ്മൾ ഒരു ഫംഗ്ഷൻ വെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഒക്കേഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാലും ആ ഒരു പാർട്ടിക്ക് നമ്മളായിരിക്കും കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് ഇതാണ് നെക്സ്റ്റ് കോമ്പിനേഷൻ, ഈ ഒരു ബ്ലാക്ക്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. ഒരു ഈവനിങ് ഫംഗ്ഷനൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡേ ഫംഗ്ഷനൊക്കെ ആണെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനും കൂടിയാണ്. ഇതാണ് നെക്സ്റ്റ് ലുക്ക് വന്നിട്ടുള്ളത്. ആൻഡ് ബോട്ടം ദുപ്പട്ട. ലാസ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷൻ കേട്ടോ. ഗ്രീനിൽ നമുക്ക് യോക്ക് പോർഷൻ നോക്കാൻ മനസ്സിലാവും എന്തുമാത്രം ഹൈലൈറ്റ് ചെയ്താണ് യോക്ക് പോർഷൻ നിൽക്കുന്നത് എന്നുള്ളത്. ഫുൾ നമുക്ക് കട്ട് ബീഡ്സ് ആണ് കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആ കട്ട് ബീഡ്സിന് തന്നെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതും ഹൈലൈറ്റിങ് കൊടുക്കുന്നതും ആ ഒരു സീക്വൻസി വർക്ക് തന്നെയാണ് കേട്ടോ. ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ കോഡ് വരുന്നത് SBP 107576 അങ്ങനത്തെ ഓരോ കോഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ആൻഡ് ഈ വീഡിയോയുടെ തൊട്ട് താഴെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് നമുക്കിതിൻ്റെ ബോട്ടം ദുപ്പട്ട. ആൻഡ് നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പം എന്തായാലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. എനിക്ക് ഈ സാരീസ് കാണുമ്പോഴപ്പോൾ നമ്മൾ ടീച്ചേഴ്സൊക്കെ വെയർ ചെയ്തിരുന്ന ആ ഒരു സാരി കളക്ഷൻസ് ഇല്ലേ, അതിലൊക്കെ വരുന്ന ഒരു കളക്ഷനും കൂടിയാണ് അല്ലേ? അതെ, കാരണം നമ്മൾ പണ്ടൊക്കെ ആ ഒരു വെറൈറ്റി സാരീസൊക്കെ ഒത്തിരി കാണുന്ന ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കും കുട്ടിക്കാലത്തൊക്കെ അല്ലേ. ആ ഒരു ലുക്കിലാട്ടോ ഞാൻ വേറെ ഇതൊക്കെ ഈ ഒരു സാരി വന്നേക്കുന്നത്. ഭയങ്കര ഒരു പ്രീമിയം, ഒരു നമുക്ക് ഒഫീഷ്യലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ, സെമി ഫംഗ്ഷനായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആട്ടോ ഇത്. മെയിനായിട്ട് നമുക്ക് അമ്മമാർക്ക്, അതെ അമ്മമാർക്ക് കൊടുക്കാനാണെങ്കിലും പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്.
അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഞാൻ വേറെ ചെയ്തേക്കുന്നത് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ്, അതിൻ്റെ കൂടെ ക്രീം ബേസ് ആണ് വന്നേക്കുന്നത്. ഫുള്ളായിട്ട് ജാംദാനിയുടെ ഒരു വീവിങ് സ്റ്റൈലാട്ടോ. ഈ ഒരു വീവിങ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ഒരു കളർ കോമ്പിനേഷൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ. പല്ലുവിൻ്റെ പോർഷനിലാണെങ്കിലും കുറച്ചൊന്ന് വേവി ലുക്കിലാണ് വന്നേക്കുന്നത്. കുറച്ചൊന്ന് ബ്രോഡായിട്ട് വന്നിട്ട് തിന്നായിട്ട് പോകുന്ന ഒരു ലുക്ക്. ഈ ഒരു പോർഷനിലാണെങ്കിൽ ചെസ്റ്റിൻ്റെ പോർഷനിൽ ആണെങ്കിലും നമുക്ക് കണ്ടോ ആ ഒരു വേവിങ് കൊണ്ടുവന്നേക്കുന്നത്. 2 ഷെയ്ഡിൻ്റെ ആ ഒരു വീവിങ് സ്റ്റൈൽ പാസ് ചെയ്ത് പോകുന്നത്. സെൻറ്റർ പോർഷനിൽ ഫ്ലവേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊണ്ടുവന്നേക്കുന്നത് വീവ് ചെയ്ത്. അതിൻ്റെ കൂടെ സെറീൻ്റെ തന്നെ ഒരു ഔട്ട്ലൈൻ ലുക്ക്, ഒരു ഹൈലൈറ്റിംഗ് ലുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ലുക്ക്. പ്ലീറ്റ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഫാബ്രിക്. അതിന് ഇതിന് സെപ്പറേറ്റ്ലി അറ്റാച്ച് ചെയ്തേക്കുന്ന ടാസൽസ് ആട്ടോ. ഇതിൻ്റെ ഒരു 3 കളർ ഷെയ്ഡ്സും കൂടി ഇനി അവൈലബിൾ ആണ്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ബ്ലൂ ആൻഡ് ക്രീമിൻ്റെ ഒരു കോമ്പിനേഷൻ. ഇതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാട്ടോ വന്നേക്കുന്നത്. ഞാൻ വേറെ ഇതേക്കുന്നതിനകത്തും ഓഫ് വൈറ്റ് ആണ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ ബ്ലൂവിൻ്റെ ഒരു കോമ്പിനേഷൻ. ആൻഡ് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ആ ഒരു വേവി പോകുന്നത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഈ ഒരു പല്ലുവിൻ്റെ പോർഷനിലാണ് ഈ ഒരു ലുക്ക് വരുന്നത്. ആൻഡ് ചെസ്റ്റിൻ്റെ പോർഷനിൽ ഈ ഒരു ലുക്ക്. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിൽ നമുക്ക് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിൽ താഴത്തെ ഭാഗത്താട്ടോ ആ ഒരു വേവിയുടെ ലുക്ക് വരുന്നത്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിൽ അപ്പറിലായിട്ടുമാണ് ആ ഒരു ലുക്ക് പ്ലേസ് ചെയ്തേക്കുന്നത്. ആൻഡ് സോളിഡായിട്ട് റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ഇതാട്ടോ ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷൻ. ഇപ്പോൾ ടീച്ചേഴ്സിലാണെങ്കിലും ഒരേ പാറ്റേണിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നോക്കുന്നവർക്കാണെങ്കിൽ ഓഫീസിൽ അങ്ങനെ നോക്കുന്നവർക്കൊക്കെ നല്ല കളക്ഷനാട്ടോ ഇത്. എനിക്ക് ഒത്തിരി പേഴ്സണലി എനിക്ക് ഈ ഒരു പാറ്റേണും അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ലാസ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷൻ. പക്ഷേ ഡാർക്ക് ബ്ലാക്ക് അല്ല, ഒരു ഗ്രേ ചേർന്നിട്ടുള്ളൊരു ബ്ലാക്ക് ആട്ടോ ഫൈനൽ വന്നേക്കുന്നത്. ഇതിൻ്റെ കോഡ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ടിഷ്യൂവിൻ്റെ പോലത്തെ ഒരു വീവിങ് സ്റ്റൈല് ഒരു ബോർഡറായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെപ്പറേറ്റ്ലി അറ്റാച്ച് ചെയ്തേക്കുന്ന ടാസൽസ്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് BLD 1262. പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 299. ഇതിൻ്റെ ട്രൈപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും ബ്രീത്തബിൾ ആയിട്ടുള്ള എന്നാൽ സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ലിനൻ സാരീസ്. ഇന്ന് ലിനൻ സാരീസിനകത്ത് ടിഷ്യൂ വീവിങ്ങും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ പ്രിൻറ്റും വന്നിട്ടുള്ളൊരു കളക്ഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഡിജിറ്റൽ പ്രിൻ്റ് അല്ല കേട്ടോ, വേറൊന്നുമല്ല, ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്ത് അതിൻ്റെ കളർ ഷെയ്ഡിങ് കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ പല്ലുവിൻ്റെ പോർഷനിൽ റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. ഷിഹാന പോലെ ഉണ്ടോ, ഇത് ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്ത സാരിയാണ്. അതിൻ്റെ പോലെ തന്നെ കളർ പാലറ്റ് വന്നിട്ട് അതിനകത്ത് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന കളക്ഷനാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊൽക്കത്ത അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിൻ്റെ ഏറ്റവും ഒതൻറ്റിക് ആയിട്ടുള്ള വർക്ക് പാറ്റേൺസ് ആണ് ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും ഭംഗി അതിൻ്റെ പല്ലു പോർഷനാണ്. ഒത്തിരി പേര് ഹൈ ഡിമാൻഡിൽ എപ്പോഴും ചോദിക്കാറുള്ളതുമാണ്. പിന്നെ ഇതിനകത്ത് മറ്റൊരു ഹൈലൈറ്റഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, ഈ ഒരു പൈപ്പിംഗ് ബോർഡേഴ്സ്. ടിഷ്യൂ ബേസ് സാരീസിൽ പൈപ്പിംഗ് ബോർഡേഴ്സ് എഡ്ജിലും വന്നിട്ടുണ്ട്. വേറെ വല്ലതും പറയാനുണ്ടോ ഈ സാരിയോട്? നല്ലൊരു റിച്ച് സിമ്പിൾ അല്ലേ ലുക്കിന് പറ്റുന്ന നല്ലൊരു സാരിയാണ്. ഇതിൽ ബോഡിയിൽ ഫുള്ളായിട്ട് ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഓണം തീമിലൊക്കെ വെയർ ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ്. കാരണം ആ ഒരു ബ്ലൗസ്, ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസാണ് വന്നേക്കുന്നത്. എങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മെറൂൺ കളറിലെ ബ്ലൗസ് ഒക്കെ ഇട്ട് വെയർ ചെയ്താലും നമുക്ക് ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. സ്ലീവ്സിൻ്റെ പോർഷനിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. ഒരു ടോൺ ഡാർക്കർ ആയിട്ടാണ് കേട്ടോ അതിൻ്റെ ബ്ലൗസ് പീസ് നിൽക്കുന്നത്. സാരീനേക്കാളും ഒരു ടോൺ ഡാർക്ക്. കണ്ടോ, കളർ വേരിയേഷൻ കാണാമല്ലോ അല്ലേ വീഡിയോയ്ക്കകത്ത്. സാരി ഇതാണ്, ബ്ലൗസ് ഇതാണെന്നുള്ള വേരിയേഷൻ. ബ്ലൗസിൻ്റെ കൈയുടെ അറ്റത്തും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഡിജിറ്റൽ പ്രിൻ്റ് കൊടുത്തിട്ടാണ് ഈ സാരിയിൽ ഈ ഒരു കളർ ഫിനിഷിങ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ വൈറ്റ് കാസ്റ്റ് ഉണ്ട്, പക്ഷേ വൈറ്റ് കാസ്റ്റ് ഒത്തിരി പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഇതിലല്ല വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് സാരി. പ്ലേറ്റ് ഒക്കെ എടുത്ത് വേറെ ഏതിനേക്കാളും വൺ ലെയർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ആൻഡ് ഏറ്റവും ഹൈലൈറ്റഡ് അതിൻ്റെ പല്ലുവാണ് കേട്ടോ. നല്ല രസമുള്ള പല്ലുവാണ്, ഷോർട്ട് പല്ലുവാണ്, റിച്ച് ആണ്. പക്ഷെ പള്ളിയിലൊക്കെ ഉടുക്കുവാണെങ്കിലൊക്കെ തലയിലൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അല്ലേ. ഈ മുന്താണി ഇങ്ങനെ പിടിക്കുന്നവർക്കൊക്കെ നല്ല രസമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് 2 കളേഴ്സാണ് നമ്മളിപ്പോൾ കണ്ടത്, ഗ്രീൻ ആൻഡ് ഗ്രേ. നെക്സ്റ്റ് വൺ മസ്റ്റേർഡ് യെല്ലോയും ഒലിവ് ഗ്രീനും. ഇതാ ഒലിവ് പിടിച്ചു, ഞാൻ പിടിച്ചോളാം. ബിക്കോസ് ഷിഹാന ഗ്രീൻ അല്ലേ വെയർ ചെയ്തേക്കുന്നത്. ഇനി ബാ, ഇനി അകത്തോട്ട് വാ.
വീഡിയോക്കകത്ത് ആ കമ്പാരിസൺ കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പം ലിനൻ ബേസ് സാരീസ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസിൻ്റെ കോമ്പിനേഷൻ. അപ്പം ഇത് ഒലിവ് ഗ്രീൻ കളറും ഇത് മസ്റ്റേർഡ് കളറുമാണ് വന്നേക്കുന്നത്. ആൻഡ് റിച്ച് പല്ലു വിത്ത് ബ്ലൗസ്. അപ്പം ഈ കളക്ഷൻസിൻ്റെ കോഡും ഡീറ്റെയിൽസും എല്ലാം ഞങ്ങളിപ്പോൾ നോക്കിയിട്ട് പറയാം. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നതും കോഡ് വരുന്നത് KSD252 എന്ന കോഡിൽ പ്രൈസ് റേഞ്ച് 250 മുതൽ 254 വരെയുള്ള കോഡാണെന്ന് തോന്നുന്നു. ലിങ്കും ഡീറ്റെയിൽസും തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 3439, 3439 രൂപയ്ക്കാണ് ഈ സാരി നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റോക്കാണ്. ഇനി ബൾക്കായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് വർക്ക് ആയത് കാരണം 45 to 60 ഡേയ്സ് നമുക്ക് വേണം. അതിൻ്റെ വർക്കിംഗ് ഡേയ്സ് തന്നെ വേണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ബക്രീദ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അവധികൾ എൻ്റെ ഇടയ്ക്ക് വരും. അപ്പോൾ ആ അവധികൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ 60 ഡേയ്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എല്ലാം ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്. വാട്സപ്പ് നമ്പറിലോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നമുക്കതിന് വേണ്ട ചെയ്തെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ബ്ലൗസ് സ്റ്റിച്ചിങ്ങും മറ്റും ആഗ്രഹം ഉണ്ടെങ്കിൽ 9846179927 എന്ന നമ്പറിൽ ഡിസൈനേഴ്സ് അവൈലബിൾ ആണ്. അപ്പം ഡിസൈനേഴ്സ് ഐശ്വര്യ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഐശ്വര്യനെ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാം. പിന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നമുക്ക് ഓൺലൈൻ പർച്ചേസിന് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇൻസൈഡ് ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ത്രൂ ഔട്ട് ഇന്ത്യയിൽ. അത് പല കസ്റ്റമേഴ്സും ഷിപ്മെൻറ്റ് ചാർജ് ഉണ്ടോ എന്ന് ചോദിച്ച് എൻക്വയറീസിൽ വന്നതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തു വരുന്നത്. നമുക്ക് വാട്സപ്പ് ത്രൂ ബുക്കിംഗ് ഉണ്ട്. ഓൺലൈൻ എൻക്വയറീസ് എല്ലാം തന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ഷിപ്പിങ്ങിന് അഡീഷണൽ ചാർജസ് വരും. ഇന്ത്യൻ ഷിപ്പിങ്ങിന് അഡീഷണൽ ചാർജസ് ഉണ്ടായിരിക്കില്ല. പിന്നെ എമർജൻസി അങ്ങനെ എന്തെങ്കിലും സഡൻ ചേഞ്ചസിനകത്ത് എന്തെങ്കിലും അൺയൂഷ്വൽ ഫാക്ടേഴ്സ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഷിപ്പിംഗ് ചാർജസ് ആഡ് ചെയ്യാറുള്ളത്. അപ്പം ഇന്നത്തെ ഒരു കളക്ഷൻ ടിഷ്യൂ ലിനൻ ഫാബ്രിക്കിനകത്ത് ടിഷ്യൂ ജെറി ബോർഡേഴ്സിൽ പൈപ്പിംഗ് ബോർഡേഴ്സ് കോൺട്രാസ്റ്റ് കളറിൽ മെറൂൺ കളറിലുള്ള പൈപ്പിംഗ് ബോർഡേഴ്സ് കൊടുത്തിട്ട് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് റിച്ച് ആയിട്ട് നിൽക്കുന്ന പല്ലു പാറ്റേണിൽ വന്നേക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ്. 4 ഡിഫറെൻറ്റ് കളേഴ്സ് അല്ലേ? ഗ്രേ, ഗ്രീൻ, മസ്റ്റേർഡ്, ഒലിവ്. ആ ബോർഡേഴ്സിൻ്റെ എൻഡ് പോർഷനിൽ ആ ഒരു ഷെയ്ഡിങ് ഫിനിഷിങ് ഇച്ചിരിയും കൂടെ ഡാർക്കർ ആയിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡ് പാറ്റേണിലാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു കളക്ഷൻ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ check it out www.aham.store.